എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വിജയികളായ ആളുകൾക്ക് എന്താണിത്ര പ്രത്യേകത എന്ന്? അതു വെറും കഠിനാധ്വാനം മാത്രമല്ല, അതിനപ്പുറം അവർ ലോകത്തെ കാണുന്ന രീതിയിലാണ് കാര്യം. ചാരന്മാർ മുതൽ സിഇഒമാർ വരെ ഉപയോഗിക്കുന്ന ചില മാനസിക തന്ത്രങ്ങളുണ്ട്. ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ ആ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാൻ പോവുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാം കയ്യിലൊരു രഹസ്യ ടൂൾ കിറ്റുണ്ട്. കൃത്യമായ തീരുമാനങ്ങളെടുക്കാനും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനും അവരെ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ. ഇന്ന് നമ്മൾ ആ ടൂൾ കിറ്റ് തുറന്ന് അതിലെ ഓരോന്നും എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഇതൊരു രസകരമായ ചോദ്യമല്ലേ? ഒരു ചാരൻ, ഒരു സിഇഒ, പിന്നൊരു സൈനികൻ. ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഈ മൂന്നു പേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം എന്തായിരിക്കും? ഉത്തരം വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളും. അവരെല്ലാവരും യാഥാർത്ഥ്യത്തെ നേരിടാൻ ഒരേപോലെയുള്ള മാനസിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് യാദൃശ്ചികമല്ല, മറിച്ച് ഏതു പ്രതിസന്ധിയിലും മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു പൊതുവായ തന്ത്രം തന്നെയാണ്. ഈ ടൂൾ കിറ്റ് പരിഹരിക്കുന്ന പ്രശ്നമെന്താണെന്നോ? നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു കുടുങ്ങിപ്പോയ അവസ്ഥ. പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ പൂർണ്ണമായി വിശ്രമിക്കാനും കഴിയുന്നില്ല. ഈ അവസ്ഥയാണ് അവർ മറികടക്കുന്നത്. അപ്പോ നമുക്ക് ആ ടൂൾ കിറ്റിലെ ആദ്യത്തെ ഉപകരണത്തിലേക്ക് കടക്കാം. ലോകത്തെ വ്യക്തമായി, സത്യസന്ധമായി കാണാനുള്ള കഴിവ്. ഇതിനായി നമ്മൾ ഇന്റലിജൻസ് അനാലിസിസിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തയിലെ ഏറ്റവും വലിയൊരു വില്ലനാണിത്, ഈ സ്ഥിരീകരണ പക്ഷപാതം. സപ്പോസ് നിങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചുവെന്ന് വെക്കുക. പിന്നെ നിങ്ങൾ കാണുന്നതൊക്കെ ആ ഫോണിന്റെ നല്ല റിവ്യൂകൾ മാത്രമായിരിക്കും, അല്ലേ? അതിനെതിരായ വാർത്തകൾ നമ്മൾ അറിയാതെ തന്നെ അങ്ങ് അവഗണിക്കും. ഇത് ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിൽ പോലും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നോക്കിക്കേ. ഇത് വെറുമൊരു പുസ്തകമല്ല, ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ ഒരു ട്രെയിനിംഗ് മാനുവലാണ്. സ്വന്തം ചിന്തകളിലെ പക്ഷപാതങ്ങളെ തിരിച്ചറിയാൻ അവർ അനലിസ്റ്റുകളെ പ്രത്യേകം പരിശീലിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഒരു ചെറിയ തെറ്റുമതി വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ. അത്രയ്ക്കും സീരിയസ് ആയിട്ടാണ് അവർ ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: സ്വന്തം തലച്ചോറിനെ തന്നെ ഇവർ എങ്ങനെയാണ് മറികടക്കുന്നത്? വ്യക്തമായ തീരുമാനങ്ങളിലെത്താൻ അവരുപയോഗിക്കുന്ന ആ രീതി എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഇതാണ് CIA ഉപയോഗിക്കുന്ന ഒരു കിടിലൻ രീതി, അനാലിസിസ് ഓഫ് കോമ്പീറ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഇതിന് 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, സാധ്യമായ എല്ലാ നിഗമനങ്ങളും എഴുതുക. രണ്ടാമതായി, ഓരോ നിഗമനത്തിനും എതിരായ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ശ്രദ്ധിക്കണം, അനുകൂലമായവയല്ല, എതിരായവ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായി, ഏത് നിഗമനമാണ് കൂടുതൽ തെളിവുകളുമായി പൊരുത്തപ്പെടുന്നതെന്ന് പരിശോധിക്കുക. അവസാനം, നിങ്ങളുടെ അന്തിമ നിഗമനത്തിലെത്തുക. ഇത് ആദ്യത്തെ തോന്നലിൽ ചാടി വീഴാതെ ശരിയായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കും. ശരി, അപ്പോൾ നമ്മുടെ മുൻവിധികളെയൊക്കെ മറികടന്ന് ലോകത്തെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ വ്യക്തത ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിക്കാം? അവിടെയാണ് സിസ്റ്റംസ് അഥവാ സംവിധാനങ്ങൾ വരുന്നത്. ഇലോൺ മസ്കിനെയും ജെയിംസ് ക്ലിയറിനെയും പോലുള്ളവർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ 2 വഴികളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ആ മലയുടെ മുകളിലേക്കാണ് നോക്കുന്നത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഒരു ടെൻഷനാണ്. പക്ഷേ സിസ്റ്റംസിൽ ശ്രദ്ധിക്കുന്ന ആൾ തൻ്റെ ഓരോ ചുവടിലും ശ്രദ്ധിക്കുന്നു. ഓരോ ദിവസവും ആ പ്രക്രിയ ശരിയായി ചെയ്യുമ്പോൾ അതൊരു വിജയമാണ്. ഈയൊരു ആശയം വളരെ മനോഹരമായി സ്കോട്ട് ആഡംസ് പറഞ്ഞിട്ടുണ്ട്. സംവിധാനങ്ങൾ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ലക്ഷ്യങ്ങൾ ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഒന്ന് ഓരോ ദിവസവും സന്തോഷം തരുമ്പോൾ മറ്റൊന്ന് നിരന്തരമായ സമ്മർദ്ദം തരുന്നു. ഇനി ഇലോൺ മസ്കിന്റെ ഈ 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് നോക്കൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒന്നാമത്തെ സ്റ്റെപ്പാണ്: ആവശ്യകതകളെ ചോദ്യം ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പകുതി ജോലികളും ശരിക്കും ആവശ്യമില്ലാത്തതായിരിക്കാം. അത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ മാത്രമേ ബാക്കിയുള്ളവ ലളിതമാക്കാനും വേഗത്തിലാക്കാനും ഓട്ടോമേറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കൂ. ഓക്കെ, അപ്പം നമുക്ക് നല്ല ആശയങ്ങളായി, നല്ല സിസ്റ്റംസും ഉണ്ട്. പക്ഷേ പ്രഷർ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്: നിർവഹണത്തിലെ അച്ചടക്കം. US മറൈൻ കോർപ്സിന് ഒരു അടിപൊളി ആശയമുണ്ട്: ലോജിസ്റ്റിക്സ് സ്നോബോൾ എഫക്റ്റ്. ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ മഞ്ഞുകൊട്ട ഉരുണ്ടു തുടങ്ങുന്ന കണ്ടിട്ടില്ലേ? തുടക്കത്തിൽ അതൊരു കുഞ്ഞനായിരിക്കും, പക്ഷെ താഴെ എത്തുമ്പോഴേക്കും അതൊരു ഭീമാകാരനായി മാറിയിട്ടുണ്ടാവും. അതുപോലെയാണ് തുടക്കത്തിൽ നമ്മൾ ചേർക്കുന്ന ഓരോ ചെറിയ അധിക കാര്യങ്ങളും അവസാനം ആ പ്രോജക്റ്റിനെ തന്നെ തകർക്കുന്ന ഒരു വലിയ ഭാരമായി മാറും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിംപ്ലിസിറ്റി അഥവാ ലാളിത്യം എന്നത് മടിയല്ല,
നേരെ മറിച്ച് കഠിനമായ സാഹചര്യങ്ങളിൽ ലക്ഷ്യം നേടാനുള്ള ഏറ്റവും മികച്ച സ്ട്രാറ്റജിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ പറയുന്ന സ്നോബോൾ ഇഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ജോലിയിലോ വ്യക്തിപരമായ പ്രോജക്റ്റുകളിലോ ഇങ്ങനെ അനാവശ്യമായ ഭാരങ്ങൾ ചുമക്കുന്നുണ്ടോ? ഒരു സൈനിക തത്വത്തെ കോബി ബ്രയന്റിനെ പോലെയുള്ള ഒരു സ്പോർട്സ് ലെജൻഡിന്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് നോക്കൂ. കാര്യം ഒന്നുതന്നെയാണ്: വിജയിക്കാൻ ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കുക. അതിന് അസാധാരണമായ അച്ചടക്കം വേണം. ഇതുവരെ നമ്മൾ പറഞ്ഞ തത്വങ്ങളൊക്കെ ഒരാളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഇതൊരു കേസ് സ്റ്റഡിയാണ്, വിജയത്തിന്റെയും അതിനുശേഷമുണ്ടായ ഒരു വലിയ പരാജയത്തിന്റെയും. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് ഈ വിശകലനത്തിലെ ക്ലൈമാക്സ്. തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം കാണാം, അല്ലേ? പക്ഷേ ഏകദേശം ആ 74ാമത്തെ ദിവസം കണ്ടോ, എല്ലാം ഒറ്റയടിക്ക് തകർന്നു വീഴുന്നു. എന്തായിരിക്കും കാരണം? പരാജയത്തിന്റെ കാരണം ഈ വാക്കുകളിലുണ്ട്. വിരോധാഭാസമെന്ന് പറയട്ടെ, പ്രശ്നം വീണ്ടും അതുതന്നെയായിരുന്നു: അമിതമായ സങ്കീർണത. മുമ്പ് വളരെയധികം ശീലങ്ങളാണ് പ്രശ്നമെങ്കിൽ ഇത്തവണ വളരെയധികം സൂക്ഷ്മശീലങ്ങൾ വില്ലനായി. ഒരേ കെണിയിൽ വീണ്ടും വീണുപോയി. ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. ശ്രദ്ധ മുഴുവൻ പുരോഗതിയുടെ കണക്കെടുക്കുന്നതിലായിരുന്നു, അല്ലാതെ ആ മാറ്റം സ്വയം ഉൾക്കൊള്ളുന്നതിലായിരുന്നില്ല. കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുന്നതിന് പകരം സ്കോർ ബോർഡിൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരു കളിക്കാരനെപ്പോലെ കളിയുടെ ഒഴുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവസാനത്തെയും ഏറ്റവും പവർഫുള്ളായതുമായ പാഠത്തിലെത്തുന്നു: നിഞ്ച തത്വം. എന്താണിത്? സിമ്പിളാണ്. ആരോടും പറയാതെ, ഒരിടത്തും എഴുതിവെക്കാതെ നിശബ്ദമായി പ്രവർത്തിക്കുക. ചിലപ്പോൾ മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു വഴി അത് മാത്രമായിരിക്കും. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായി മാറാൻ വേണ്ടി ഒരു രേഖയും അവശേഷിപ്പിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ്? ആലോചിക്കാതെ ഉടൻ തന്നെ അത് ചെയ്യുക. നിങ്ങളുടെ യാത്ര അവിടെ തുടങ്ങട്ടെ.